എന്താണ് ഇതൊക്കെ? ചോദിച്ചു കേട്ടില്ലേ എന്താ ഇതൊക്കെയെന്ന്? അച്ഛൻ എപ്പോ വന്നു? അകത്തേക്ക് ഇരിക്കാം, ഞാൻ ചായ എടുക്കാം. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല, എന്റെ മോനെ കാണാൻ വന്നതാ. കണ്ടു, കണ്ണ് നിറയെ കണ്ടു. എന്താ നിങ്ങൾ ഇവനെ അടിമപ്പണിയാൻ നിർത്തിയിരിക്കുകയാണോ? അടിമപ്പണിയോ? ഈ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഇവൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ജോലി ചെയ്യാത്ത ആർക്കും ഭക്ഷണം വിളമ്പാറില്ല. ഇവന് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ സഹായിക്കാൻ പറഞ്ഞു. അത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ മോനെ കൊണ്ട് തന്നെ വേണം നിങ്ങൾക്ക് ഇവളുടെ പാവാട കഴിക്കാൻ, അല്ലേ? എന്റെ മോനെ ഞാൻ വളർത്തി വലുതാക്കിയതേ ഇതിനു വേണ്ടിയൊന്നുമല്ല. ഇവനെ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ജോലിയും ചെയ്യിച്ചിട്ടില്ല. അതിന്റെ നല്ല കുറവ് ഞാൻ കാണുന്നുണ്ട്. ഇവൻ എന്തൊരു മടിയാണെന്നറിയോ? ഒരു ദിവസം മുഴുവനെ സോഫയിൽ അനങ്ങാതെ കിടന്ന് ഫോണിൽ വീഡിയോ കണ്ടോണ്ടിരുന്നിട്ടുണ്ട് ഇവൻ. അവിടെ ഇരുന്ന് വേര് മുളയ്ക്കുന്നുള്ള സംശയം തോന്നിയപ്പോഴാ ഞാൻ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങിയത്. എടാ, നിനക്ക് ഈ വീട്ടിൽ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ വല്ല തലയിലെഴുത്തുണ്ടോ? ഇപ്പോഴാണെങ്കിലും വൈകിട്ടില്ല. ഇവളെ ഒഴിവാക്കി നീ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ, നിനക്ക് നിന്റെ പഴയ ജീവിതം തുടരാം. സ്വപ്നം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഡാഡി. എനിക്കെന്റെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കണം.